ഹായ് ഓൾ, BBRൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ SCERT ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ദ്രിയാജാലം എന്ന് പറഞ്ഞിട്ടുള്ള പാഠമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം തന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ നമുക്ക് നോക്കാനില്ല. പിന്നെ ഒരു ബോക്സായിട്ട് കൊടുത്തിട്ടുള്ളത് ജീവി, അവയവം, പ്രത്യേക കഴിവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. പരുന്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് എന്ന് പറയുന്നതാണ് ദൂരക്കാഴ്ച എന്നുള്ളത്. പരുന്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് ദൂരക്കാഴ്ച. അതിൻ്റെ കണ്ണുകളാണ് സഹായിക്കുന്നത്. പൂമ്പാറ്റയുടെ ഒരു കഴിവാണ് രുചി. ഈ രുചിക്ക് പൂമ്പാറ്റയെ സഹായിക്കുന്നത് പൂമ്പാറ്റയുടെ കാലുകളാണ്. മുതലയുടെ സ്പർശം എന്നുള്ള ഒരു കഴിവിനെ സഹായിക്കുന്നത് അതിൻ്റെ ത്വക്കാണ്. നായയുടെ കഴിവുകളാണ് കേൾവി, അതുപോലെ തന്നെ ഗന്ധം. ഈ കേൾവിക്ക് സഹായിക്കുന്നത് ചെവികളാണ്. നായയുടെ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് അതിൻ്റെ മൂക്കാണ്. കരടിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവാണ് ഗന്ധം എന്ന് പറയുന്നത്. അതിന് കരടിയെ സഹായിക്കുന്നത് മൂക്കാണ്. ഇത് നമുക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളാണ്. ഇനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. ഇവിടെ പറയുന്നത് കാഴ്ച, സ്പർശം, കേൾവി, ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് അതൊന്ന് നോക്കാം. നമ്മെ സഹായിക്കുന്ന അവയവങ്ങളാണ് ഒന്ന് കണ്ണ്. നമ്മൾ കാഴ്ചയിലൂടെ ചുറ്റുപാടുകൾ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് കണ്ണ്. സ്പർശത്തിലൂടെ നമുക്ക് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ത്വക്ക്. കേൾവി സാധ്യമാക്കുന്നത് ചെവികളാണ്. ഗന്ധം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? മൂക്കാണ്. രുചി തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് നാവാണ്. ഇതൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കളിലുണ്ട്. എന്തിനെ? ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജന്തുക്കളെ സഹായിക്കുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇങ്ങനെ 5 അവയവങ്ങളാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് കൂടി പറയുന്നു. മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവ. ഇനി ഇവിടെ പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ഇവിടെ പറയുന്നത് 2 കോളായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തലയുടെ മുൻവശത്ത് കണ്ണുള്ളവ, അതുപോലെ തന്നെ തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവ. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികളാണ് പൂച്ച, നായ, മൂങ്ങ, കഴുകൻ, കടുവ എന്നിവ. തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവയാണ് മുയല്, മത്സ്യം, മാന്, കുതിര, പ്രാവ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികളുടെ പ്രത്യേകത എന്താണ്? സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു പ്രത്യേകത കൊണ്ട് കടുവ, സിംഹം തുടങ്ങിയ ജീവികൾക്ക് എന്തിനു സഹായിക്കുന്നു? ഇരപിടിക്കാൻ സഹായിക്കുന്നു. ഇനി തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് എന്താണ് പ്രത്യേകത? 2 വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു. മാന്, മുയല് തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. അപ്പോൾ തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികളാണെങ്കിൽ അവർക്ക് എന്താണ് പ്രത്യേകത? 2 വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു എന്നുള്ളതാണ് അവർക്കുള്ള പ്രത്യേകത. മാന്, മുയല് തുടങ്ങിയ ജീവികൾക്ക് ഈ ഒരു പ്രത്യേകത കൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
ഇനി ഇവിടെ കുറച്ച് ജീവികളും അവയുടെ പ്രത്യേകതകളും തന്നിട്ടുണ്ട്. നമുക്ക് പൂച്ചയ്ക്ക് എന്താണ് പ്രത്യേകത? പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും അതുപോലെ തന്നെ രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. ഇതൊന്ന് നോട്ട് ചെയ്യുക. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ പ്രത്യേകത എന്താണ്? പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു എന്നുള്ളതാണ് പൂച്ചയുടെ ഒരു പ്രത്യേകത. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. ഇതിൻ്റെ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇതിൽ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിലാണ് ചുരുങ്ങുന്നത്. രാത്രി എന്താണ്? പരമാവധി വികസിച്ചും കാണപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യാം. ഇനി മൂങ്ങയുടെ പ്രത്യേകത എന്താണ്? മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കണ്ടില്ലേ? നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. ഇതാണ് മൂങ്ങയുടെ പ്രത്യേകത. എന്താണ്? കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ ആർക്ക് കഴിയും? മൂങ്ങയ്ക്ക് കഴിയും എന്നുള്ളതാണ് മൂങ്ങയുടെ കണ്ണുകളുടെ പ്രത്യേകത. ഇനിയുള്ളതാണ് മരയോന്ത്. മരയോന്തിൻ്റെ പ്രത്യേകത എന്താണ്? മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് മരയോന്തിൻ്റെ പ്രത്യേകത. ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു. മരയോന്തിൻ്റെ പ്രത്യേകതയാണിത്. മരയോന്തും അതുപോലെ തന്നെ മൂങ്ങയും തമ്മിൽ മാറിപ്പോകരുത്. മൂങ്ങയുടെ പ്രത്യേകത എന്താണ്? കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ കഴിയും എന്നുള്ളതാണ് മൂങ്ങയുടെ പ്രത്യേകത. മരയോന്തിൻ്റെ എന്താണ്? കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് മരയോന്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് നോക്കാനുള്ളത് നേത്ര രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ചെങ്കണ്ണ് പടരുന്നു എന്ന് പറഞ്ഞിട്ട്. സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് രോഗം വേഗത്തിൽ പടരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് നേത്ര രോഗങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. ഇതിൽ ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു, കണ്ണുകൾക്ക് ചുവപ്പ് നിറം ഉണ്ടാകുന്നു, കണ്ണുകൾക്ക് ചൊറിച്ചിലുണ്ടാകുന്നു, വീർത്ത കൺപോളകൾ, പുകച്ചിൽ, കണ്ണിൽ നിന്നും വെള്ളം വരിക. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങളാണ്. കണ്ണിൽ വേദന, ചുവപ്പ്, ചൊറിച്ചിൽ, വീർത്ത കൺപോളകൾ, പുകച്ചിൽ, കണ്ണിൽ നിന്നും വെള്ളം വരിക. കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്കറിയാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. മറ്റെന്തൊക്കെ അസുഖങ്ങളാണുള്ളത്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിമിരം, ഗ്ലോക്കോമ, നിശാന്തത, വർണ്ണാന്തത, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? തിമിരം, ഗ്ലോക്കോമ, നിശാന്തത, വർണ്ണാന്തത, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം എന്നൊക്കെ പറയുന്ന ഒരുപാട് രോഗങ്ങൾ കണ്ണുമായി റിലേറ്റഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കൾ കാണുകയും, ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തുള്ള വസ്തുക്കളാണ് കാണുക. ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. എന്നാൽ ദീർഘദൃഷ്ടി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദീർഘം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ അല്ലേ? ദൂരെയുള്ള വസ്തുക്കൾ കൃത്യമായി കാണുകയും അടുത്തുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് ദീർഘദൃഷ്ടി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പറയുന്നു. ഇവിടെ എന്താണ് ടോണോമെട്രി എന്ന് പറയുന്നുണ്ട്. എന്താണ് ടോണോമെട്രി? കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതിയാണ് ടോണോമെട്രി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതിയാണ് ടോണോമെട്രി. ഇനി നമ്മൾ അസുഖങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തിമിരം? തിമിരം എന്ന് പറഞ്ഞാൽ പ്രായമായവരിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് തിമിരം. അവരുടെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്
തിമിരം. പ്രായമായവരിൽ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് തിമിരം. നിശാന്തത എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലം എന്താണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. രാത്രി കാഴ്ച കുറയുന്നൊരവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇനി എന്താണ് വർണ്ണാന്തത? വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൾട്ടനിസം. വർണ്ണാന്തതയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. വിവിധ തരം വർണ്ണങ്ങളെ ശരിയായി തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് വർണ്ണാന്തത. വിവിധ തരം വർണ്ണങ്ങളെ ശരിയായി തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്ലോക്കോമ? ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നേത്രഗോളത്തിലെ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഇനി എന്താണ് അസ്റ്റിഗ്മാറ്റിസം? അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് വിഷമദൃഷ്ടി. അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി കോർണിയ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് അസ്റ്റിഗ്മാറ്റിസം. കോർണിയ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് അസ്റ്റിഗ്മാറ്റിസം. കോർണിയയുടെ അല്ലെങ്കിൽ ലെൻസിൻ്റെ വക്രത കുറവാണ് ഇതിന് കാരണം. കോർണിയയുടെ അല്ലെങ്കിൽ ലെൻസിൻ്റെ വക്രത കുറവാണ് എന്തിന് കാരണം? അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടിക്ക് കാരണം. ഇനി പ്രസ്ബയോപ്പിയ. എന്താണ് പ്രസ്ബയോപ്പിയ? അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് വെള്ളെഴുത്ത്. പ്രസ്ബയോപ്പിയക്ക് പറയുന്ന മറ്റൊരു പേരാണ് വെള്ളെഴുത്ത്. പ്രായമായവരിലാണ് ഈ പ്രസ്ബയോപ്പിയ കാണുന്നത്. പ്രായമായവരിൽ കാണുന്ന ഒരു അസുഖമാണ് പ്രസ്ബയോപ്പിയ. ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ. ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോങ്കണ്ണ്? കോങ്കണ്ണ് എന്ന് പറഞ്ഞാൽ നേത്രഗോള പേശികളുടെ ചലനം സാധ്യമാകാതെയുള്ള അവസ്ഥയാണ് കോങ്കണ്ണ്. നേത്രഗോള പേശികളുടെ ചലനം സാധ്യം ആകാതെയുള്ള അവസ്ഥയാണ് കോങ്കണ്ണ്. ഇനി എന്താണ് ചെങ്കണ്ണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. ഇനി എന്താണ് സീറോഫ്താൽമിയ? എന്താണ് സീറോഫ്താൽമിയ? കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവും ആകുന്ന അവസ്ഥ. കൃഷ്ണമണി എന്താവുന്നു? ഈർപ്പരഹിതവും അദാര്യവുമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ സ്നെല്ലർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ അക്ഷരമൊക്കെ വലുത്, പിന്നെ ഇങ്ങനെ ചെറുതായി അക്ഷരങ്ങളൊക്കെ ചെറുതായി ഇങ്ങനെ വരുന്ന ആ ഒരു ക്രമത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്നെല്ലർ ചാർട്ടാണിത്. എന്താണ് സ്നെല്ലർ ചാർട്ട്? കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഈ സ്നെല്ലർ ചാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാഴ്ച പരിശോധിക്കാനാണ്. കാഴ്ച പരിശോധിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? സ്നെല്ലർ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലറാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ആരാണ്? ഹെർമൻ സ്നെല്ലറാണ് എന്ത് തയ്യാറാക്കിയിട്ടുള്ളത്? സ്നെല്ലർ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഹെർമൻ എന്നുള്ളിടത്ത് വേറെ എന്തെങ്കിലും ജെയിംസ്, അങ്ങനെ ആൽബർട്ട് എന്നൊക്കെ കൊടുത്തിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കും. അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഹെർമൻ സ്നെല്ലറാണ് ഇത് തയ്യാറാക്കിയത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ എന്ന് പറയുന്നത്, ഈ കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? നമ്മൾ പറഞ്ഞു, ഈ ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളിൽപ്പെട്ട ഒന്നാണ് കണ്ണ് എന്ന് പറയുന്നത്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണ് കണ്ണ്. അപ്പോൾ ഈ കാഴ്ച വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ, കണ്ണില്ലാത്തവർ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവരെന്ത് ചെയ്യും? ഈ 5 ഇന്ദ്രിയങ്ങളിൽ ബാക്കി 4 പ്രയോജനപ്പെടുത്തിയാണ് അവർ എന്ത് ചെയ്യുന്നത്? ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്. മറ്റ് ഇന്ദ്രിയങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തി തൊട്ടുനോക്കിയും അതുപോലെ തന്നെ ശബ്ദം തിരിച്ചറിഞ്ഞുമൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്. ഇങ്ങനെ തൊട്ടു നോക്കി എന്ന് പറഞ്ഞാൽ കറൻസി, നാണയം, ഇതൊക്കെ അവർ തൊട്ടു നോക്കിയിട്ടാണ്
അതുപോലെ തന്നെ ആളുകളെ തിരിച്ചറിയുന്നത് അവരുടെ ശബ്ദം ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ പഴം പച്ചക്കറിയൊക്കെ തിരിച്ചറിയുന്നത് അതിൻ്റെ ആകൃതി അല്ലെങ്കിൽ മണം, ഇതൊക്കെ ഉപയോഗിച്ചാണ് അവർ ഓരോന്നും തിരിച്ചറിയുന്നത്. നോട്ടുകളിലെ വശങ്ങളിൽ ടാക്റ്റൈൽ വരകളുണ്ട് അവർക്ക് ഏതൊക്കെയാണ് നോട്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ് കറൻസി നോട്ടുകളുടെ പ്രത്യേകതകൾ എന്നുള്ളത് നോക്കാം. നോട്ടുകളിലെ വശങ്ങളിലുള്ള ടാക്റ്റൈൽ വരകളും വലിപ്പ വ്യത്യാസവുമാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ അവ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ നോട്ടും, ഈ 100 രൂപ നോട്ടിൽ 2 വശത്തും മധ്യഭാഗത്തായിട്ട് 4 വരകളുണ്ട്. ആ 4 വരകളിൽ 2 എണ്ണം കഴിഞ്ഞ് ഒരു ചെറിയ വിടവുണ്ട്. അപ്പം ഈ മധ്യഭാഗത്ത് 4 വരകളുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വിടവുണ്ട്. അങ്ങനെയുള്ള നോട്ട് ഏതാണ്? 100 രൂപയാണ്. ഇനി 200 രൂപ നോട്ട് എങ്ങനെ തിരിച്ചറിയാം? 4 വരകളുണ്ട്. ഈ 200 രൂപൻ്റെ നോട്ടിലും 4 വരകളുണ്ട്, പക്ഷേ വരകൾക്കിടയിൽ ചെറിയ ഒരു വൃത്തമാണുള്ളത്. അവിടെ എന്താണ്? 100 രൂപ നോട്ടിൽ ആ 4 വരകൾക്കിടയിൽ ഒരു ചെറിയൊരു സ്പേസ് ആണുള്ളത്. 200 രൂപ നോട്ടിലോ ഒരു വൃത്തമാണുള്ളത്. 500 രൂപ നോട്ടിൽ 5 വരകളുണ്ട്. 500 രൂപ നോട്ടിൽ 5 വരകളുണ്ട്. പഴയ നോട്ടുകളൊക്കെ ആണെങ്കിൽ വലിപ്പ വ്യത്യാസം കൊണ്ട് തന്നെ തിരിച്ചറിയാമായിരുന്നു. പുതിയ നോട്ടുകളിൽ വലിപ്പ വ്യത്യാസം വളരെ കുറവാണ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തെല്ലാം ആണ് ഈ കാഴ്ച പരിമിതിയുള്ളവരെ സഹായിക്കാനുള്ള ഉപകരണങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, ലുക്കൗട്ട് ആപ്പ്, ടോക്ക് ബാക്കിംഗ് ആപ്പ്, ടാക്റ്റൈൽ കീബോർഡ്, ജോസ്, ഓർബിറ്റ് റീഡർ, വൈറ്റ് കെയിൻ, സ്മാർട്ട് കെയിൻ, ബ്രെയിൽ അക്ഷരങ്ങൾ, ബ്രെയിൽ സ്ലേറ്റ് എന്നൊക്കെ തുടങ്ങി അബാക്കസ്, ടൈലർ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കാഴ്ച പരിമിതിയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴുണ്ട്. ഇതിൽ ഇവിടെ സ്മാർട്ട് കെയിനിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്മാർട്ട് കെയിൻ സഹായിക്കുന്നുണ്ട്. കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സ്മാർട്ട് കെയിൻ സഹായിക്കുന്നുണ്ട്. തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും. കണക്ടിവിറ്റി സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റ് ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും. വീഴ്ച കണ്ടെത്തൽ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരണം എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ എന്നിവ സ്മാർട്ട് കെയിനിലുണ്ട്. ദത്തശേഖരണം യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവക്ക് കഴിയും. അപ്പോൾ സ്മാർട്ട് കെയിൻ സ്മാർട്ട് കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ച പരിമിതിക്കാരെ സഹായിക്കുന്ന ഒന്നാണ്. അതിന് പല ഉപയോഗങ്ങളുണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാനുള്ളത് ഇവിടെ സൂക്ഷിച്ചാൽ മതി, ദീർഘനാൾ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇനി കേട്ടറിഞ്ഞ്, ഇത് കേൾവി എന്ന അനുഭവം സാധ്യമാക്കാനുള്ളതാണ് നമ്മുടെ ചെവികൾ. അപ്പോൾ ഈ കേൾവിയെക്കുറിച്ചാണ് ഇനി അടുത്തത്. നമ്മുടെ അടുത്ത പഞ്ചേന്ദ്രിയമായിട്ടുള്ള ചെവിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രവണ സഹായികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇനി നോക്കാനുള്ളത്. പല കാരണങ്ങളാലും കേൾവിക്കുറവുണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. അപ്പം എന്താണ് കേൾവിക്കുറവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുറവ് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ? ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണിത്. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ളൊരു മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഈ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത്. ചെവിക്കുള്ളിലെ ഏത് ഭാഗമാണ് മാറ്റിവെക്കുന്നത്? കോക്ലിയയാണ് മാറ്റിവെക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മണമറിയാൻ. നമ്മളിപ്പോൾ കണ്ണിനെ കുറിച്ച് പറഞ്ഞു, ചെവിയെക്കുറിച്ച് പറഞ്ഞു. ഇനി മൂക്ക്. മണമറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മൂക്കാണ്. മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ? ഇത് ഒരു സ്രവമാണ്.
ഈ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ മൂക്കിനുള്ളിൽ എന്തുള്ളത് ഒരു ഈർപ്പം അനുഭവപ്പെടുന്നത്. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം. ജലദോഷം എന്നുള്ളത് ഒരു വൈറസ് ബാധയാണ് എന്നുള്ളതാണ് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. ജലദോഷം എന്നുള്ളത് ഒരു വൈറസ് ബാധയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ മൂക്കിലെത്തുന്ന ഈ പൊടിപടലങ്ങൾ, രോഗാണുക്കൾ ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള ഒന്നാണ് നമ്മുടെ മൂക്കിനുള്ളിലെ സ്രവം എന്ന് പറയുന്നത്. ഈ വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ എന്താകും? ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ജലദോഷം. ഈ കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് നമുക്ക് ജലദോഷം ഉണ്ടാകുമ്പോൾ മണമറിയാത്തത്. എന്താണ്? കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താത്തത് കൊണ്ടാണ് നമുക്ക് ജലദോഷം ഉണ്ടാകുമ്പോൾ മണമറിയാത്തത്. ഇനി ഇവിടെയുള്ളത് ഈ മൂക്കിൻ്റെ സംരക്ഷണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി രുചി. നമ്മൾ കണ്ണിനെ കുറിച്ച് പറഞ്ഞു, ചെവിയെക്കുറിച്ച് പറഞ്ഞു, മൂക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി നാക്ക്. നമ്മൾ രുചി അറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? നാക്കാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്? രുചി അറിയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള പ്രാഥമിക രുചികളെ കുറിച്ചാണ്. ഈ പ്രാഥമിക രുചികൾ എത്ര വിധമാണ്? 6 പ്രാഥമിക രുചികൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ്. ഏതൊക്കെയാണ്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ്. ഇങ്ങനെ 6 പ്രാഥമിക രുചികളാണുള്ളത്. ഈ 6 മൗലിക രുചികളാണ്. ഈ ആദ്യ 4 അവയുടെ പേരിൽ തന്നെ നമുക്ക് അറിയാം. എന്താണ് മധുരം, എന്താണ് കയ്പ്, പുളി, ഉപ്പ്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ 5ാമത്തേതായ ഉമാമി എന്തിൻ്റെ സ്വാദാണ്? മാംസത്തിൻ്റെ സ്വാദാണ് ഉമാമിക്ക്. സന്തോഷകരമായ സ്വാദുള്ള എന്നുള്ള അർത്ഥത്തിലാണ് എന്ത്? ഈ ഉമാമി എന്നുള്ള പദം. എന്താണ്? സന്തോഷകരമായ സ്വാദുള്ള. ഇതൊരു ജപ്പാനീസ് പദമാണ്. ഇനി 6ാമത്തെ രുചിയായിട്ടുള്ളതാണ് ഒലിയോഗസ്റ്റസ്. എന്താണ് 6ാമത്തെ രുചി? 6ാമത്തെ രുചിയാണ് ഒലിയോഗസ്റ്റസ്. ഈ ഒലിയോഗസ്റ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൊഴുപ്പിൻ്റെ രുചി. എന്താണ്? കൊഴുപ്പിൻ്റെ രുചി എന്നുള്ളതാണ് ഈ ഒലിയോഗസ്റ്റസ് എന്നതിൻ്റെ അർത്ഥം. ഈ ഒലിയോഗസ്റ്റസ് 6ാമത്തെ രുചിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ 5ാമത്തെ രുചിയായ ഒലിയോഗസ്റ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊഴുപ്പിൻ്റെ രുചിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊഴുപ്പിൻ്റെ രുചി ശരിയാണ്, ഒലിയോഗസ്റ്റസിൻ്റെ രുചി എന്താണ്? കൊഴുപ്പിൻ്റെ രുചിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിയാണ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യും. അപ്പോൾ അത് എന്താണ്? ഈ 6ാമത്തെ രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്നുള്ളത് നമ്മൾ നോക്കാൻ മറക്കും. അപ്പോൾ 5ാമത്തെ രുചിയല്ല, 6ാമത്തെ രുചിയാണ് ഒലിയോഗസ്റ്റസ്. 5ാമത്തെ രുചി എന്താണ്? ഉമാമിയാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും. എരിവ് എന്താണ്? ഒരു രുചിയല്ലേ? പ്രാഥമിക രുചിയല്ലേ എരിവ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ നമുക്കറിയാം, പച്ച, നീല, ചുവപ്പ് എന്നുള്ള ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പലതരം മറ്റ് വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ദ്വിതീയ വർണ്ണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ഈ മൗലിക രുചികൾ തന്നെ വ്യത്യസ്ത അനുപാതത്തിൽ കൂടിച്ചേർന്ന് 1000കണക്കിന് രുചികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് എന്ത്? എരിവ്. ഇത് പ്രാഥമിക രുചിയല്ല, അത് എന്താണ്? ഈ മൗലിക രുചികൾ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന മറ്റൊരു രുചിയാണ് എരിവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ നാവിൻ്റെ ആരോഗ്യത്തിനായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് ഇരിക്കാം. ഇനി തൊട്ടറിഞ്ഞ് നമ്മൾ കണ്ണിനെക്കുറിച്ച്, ചെവിയെക്കുറിച്ച്, മൂക്കിനെക്കുറിച്ച്, നാക്കിനെക്കുറിച്ച് പറഞ്ഞു. ഇനി തൊട്ടറിഞ്ഞ് ഈ സ്പർശത്തെക്കുറിച്ചാണ് അടുത്തത്. ഈ സ്പർശത്തെക്കുറിച്ച് നമ്മളെ സഹായിക്കുന്നതാണ് ത്വക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജ്ഞാനേന്ദ്രിയം. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ എന്താണ്? ത്വക്കാണ്. ശരീരത്തിലെ
ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതും ഏതവയവമാണ്? ത്വക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഈ ത്വക്കിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് നമുക്ക് നോക്കാനൊന്നുമില്ല. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ്. ചുറ്റുപാടുകളെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. മനുഷ്യരിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ? ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് മനുഷ്യനുള്ളത്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഹയർ ക്ലാസ്സുകളിലൊക്കെ ഈ ത്വക്കിൻ്റെയും ചെവിയുടെയും കണ്ണിൻ്റെയൊക്കെ ഘടനയും അതുമായി ബന്ധപ്പെട്ട് ഓരോ ഭാഗങ്ങളും വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.